ഇതും അപ്പോൾ ഒരു ക്ലിനിക്കൽ ഡേയിലെ വീഡിയോ ആണ്. കഴിഞ്ഞ ക്ലിനിക്കൽസിന് ശേഷം ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ലായിരുന്നു. കാരണം റിപ്പീറ്റഡ് ആണല്ലോ അനാട്ടമി, ഇംഗ്ലീഷ്. അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ലായിരുന്നു. കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ പുതുമ വേണമെങ്കിൽ അത് ക്ലിനിക്കൽസിനായിരിക്കും. അങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിലെ ക്ലിനിക്കലിന് തെർമോമീറ്റർ ആയിരുന്നെങ്കിൽ ഈ ക്ലാസ്സിൽ നമുക്ക് സിറിഞ്ചിനെ പറ്റിയിട്ടായിരുന്നു പഠിക്കാനുള്ളത്. ക്ലാസ്സിൽ ചെന്ന ഉടനെ നമ്മളൊക്കെ കുറച്ച് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല നമുക്ക് കുറച്ച് പ്രസൻറ്റേഷൻസ് 2 പേർക്ക് എടുക്കാനുണ്ടായിരുന്നു. പിന്നെ അവരവരുടെ പ്രസൻറ്റേഷൻ എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മളെ നേരെ പേഷ്യൻസിൻ്റെ റൂമിലോട്ട് കൊണ്ടുപോയി അവിടെ നിന്ന് നമുക്ക് IV ഇടുന്ന കാണിച്ചു തന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെയിനിൽ നിന്ന് എങ്ങനെ ബ്ലഡ് എടുക്കുന്നതെന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാനത് പരീക്ഷിച്ചത് സുലുവിൻ്റെ കയ്യിലായിരുന്നു. പക്ഷേ അവൾക്ക് നരമ്പൊന്നും തെളിഞ്ഞ് കാണാത്തതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ കുഴപ്പമെന്ന് ഓർത്ത് സാറ് എടുത്ത് നോക്കിയപ്പോൾ സാറിനും എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഇവനെ കുത്തി അവൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡ് ഊറ്റിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇങ്ങനെ ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് ടൈം കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് ക്ലാസ്സിൽ ചെന്ന ഉടനെ ഞാൻ ബ്ലഡ് എടുത്ത് ഷാമിലിനെ ബ്ലഡ് തിരിച്ചെടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ച് കുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ മണ്ടന് കുത്താൻ അറിയാത്തതുകൊണ്ട് അതുപോലെ തന്നെ തിരിച്ചിറക്കേണ്ടി വന്നു. അങ്ങനെ സിറിഞ്ചിൻ്റെ പരിപാടിയെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ അടുത്ത് പഠിപ്പിച്ചത് BP നോക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 2-3 പേരുടെ BP നോക്കിയിട്ടാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് കേൾക്കാൻ പറ്റിയത്. ആദ്യമായിട്ടല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നേ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഹോസ്റ്റലിലെത്തി പൊട്ടറ്റോ റൈസ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു സിനിമ എല്ലാം കണ്ടിട്ട് മാറിക്കിടാൻ തുടങ്ങി. ഓക്കെ, ബൈ.